നമസ്കാരം. സോംജീസ് മിററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരാഴ്ചയാണ് കടന്നുപോയത്. 4 വർഷത്തിനിടയിൽ ഇതുപോലെ ശക്തമായ ഒരാഴ്ച കടന്നു വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. 22,800 മുകളിൽ ഓപ്പൺ ചെയ്ത ഈ ആഴ്ച അവസാനിച്ചത് 23,850 മുകളിലാണ്. 1000 പോയിന്റോളം നിഫ്റ്റി കവർ ചെയ്യപ്പെട്ടു. ഈ 2025 ജനുവരി മുതലുള്ള നഷ്ടങ്ങൾ ഏകദേശം നിഫ്റ്റി നികത്തിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ വരുന്ന ഇതുപോലുള്ള ചലനങ്ങൾ നമ്മൾക്ക് വ്യക്തമാക്കി തരുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യൻ ഗ്രോത്ത് സ്റ്റോറിക്ക് ഓരോ സമയങ്ങളിൽ ഇപ്പോൾ അതിന് വേണ്ടപ്പെട്ടതായ ചില സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും മികച്ച രീതിയിൽ നിന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കാരണമായതിൻ്റെ ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയാണ്. അത് വളരെ കുറഞ്ഞു വന്നപ്പോഴും നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് പല വികസന പ്രവർത്തനങ്ങൾക്കും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലൊക്കെ മുടക്കാനാകുന്നുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് മുടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും അതിന് ചില പ്രതിഫലനങ്ങൾ നമ്മളുടെ എക്കണോമിയിൽ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് കൊണ്ടുമാണ് അധികം പേരുടെയും എതിർപ്പൊന്നും ഒരു ശക്തമായ നിലയിൽ വരാത്തത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഇത്രയും വില കുറഞ്ഞിരിക്കുമ്പോഴും നമ്മൾ കൊടുക്കുന്നത് വളരെ വലിയ ചാർജാണ്. അപ്പോൾ അതിനെതിരെ ശക്തമായൊരു സമരം ഉയർന്നു വരാത്തതിൻ്റെ കാരണങ്ങൾ പലതാണ്. അതിലൊരു കാരണം ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു. എന്തുമാവട്ടെ, അത് നമ്മളുടെ ഈ എക്കണോമിക്ക് വലിയ ഒരു ഉത്തേജകമായി മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്ത ഒരു ട്രിഗർ വന്ന് കിട്ടിയിരിക്കുന്നു, താരിഫ് യുദ്ധങ്ങൾ. താരിഫ് യുദ്ധം വരുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇന്ത്യയുടെ എക്കണോമിയെ അത് കാര്യമായി ബാധിക്കുകയില്ല. കാരണം നമ്മളുടെ GDPയുടെ 2% മാത്രമാണ് അമേരിക്കയിലെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ടുള്ളത്. അവരെന്ത് ചെയ്താലും എങ്ങനെ ചെയ്താലും കുറേയൊക്കെ സാധനങ്ങൾ അങ്ങോട്ട് കയറ്റി അയക്കാനാവും നമ്മൾക്ക്. അതിൻ്റെ കൂടെ ഇങ്ങോട്ടുള്ള ഇറക്കുമതി വർദ്ധിപ്പിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യും. അത് ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങൾ അവലോകനം ചെയ്യണവർ ചെയ്യട്ടെ. അപ്പോൾ ഇന്ത്യയുടെ കയറ്റുമതിയെ സംബന്ധിച്ച് ഈ 2% സാധ്യതയിട്ട് ഒരുപാട് കളിക്കേണ്ട കാര്യമില്ല എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ നിശബ്ദമായിരിക്കുന്നു. ട്രേഡ് എഗ്രിമെൻറ്റുകൾക്ക് വേണ്ടിയുള്ള ചർച്ചകൾ തുടരുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇന്ത്യൻ എക്കണോമിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ത്യയുടെ അടുത്ത ലെവലിലേക്കുള്ള പുരോഗതിക്ക് തീർച്ചയായിട്ടും ആവശ്യമായി വരുന്ന ചില കാര്യങ്ങൾ ഈ ട്രേഡ് വാറിൽ സംഭവിക്കുമെന്ന് കരുതുന്നയാളാണ് ഞാൻ. അടുത്ത ലെവലിലേക്ക് ഇന്ത്യൻ എക്കണോമി കയറുന്നതിന് അമേരിക്ക പോലെയുള്ള ഒരു സാമ്പത്തിക ശക്തിയുടെ സഹായം ആവശ്യമായി വരും. പലപ്പോഴും $1,00,000 കോടി ചൈനയുമായിട്ടുള്ള വ്യാപാരത്തിൽ അല്ലെങ്കിൽ ചൈനയ്ക്ക് ഫേവറബിളായി നിൽക്കുന്നത്. $1,00,000 കോടി വരുമാനമാണ് അവർ അതിൽ നിന്നും കൂടുതൽ ഉണ്ടാക്കുന്നത്. അവർ ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കയിലേക്കായാലും 1,00,000 കോടി രൂപയുടെ സാധനങ്ങൾ അവർ കൂടുതൽ കയറ്റി അയക്കുന്നു അമേരിക്കയിലേക്ക്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ട്രേഡ് വാറിൽ ഇവർ രണ്ടുപേർ തന്നെയാണ് മെയിനായിട്ടുള്ള കക്ഷികൾ. അത് കഴിയുന്ന ബാക്കിയുള്ളവരുള്ളൂ. അപ്പോൾ ആ ഒരു സ്പേസിലേക്ക് ഇന്ത്യക്ക് ഒരു അല്പമെങ്കിലും കയറാൻ സാധിച്ചാൽ അത് ഇന്ത്യയുടെ എക്കണോമിക്ക് നൽകുന്ന ബൂസ്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാവുമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. നല്ല ഒരാഴ്ച കടന്നുപോയി സ്റ്റോക്ക് മാർക്കറ്റിൽ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെയാണ് കയറിയതെന്നും ഏത് ലെവലിലേക്കാണ് അത് മാറിയതെന്നും ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. പല സ്റ്റോക്കുകളും അതിൻ്റെ 52 വീക്ക് ഹൈയിലേക്ക് വന്നു. അതും ബ്ലൂ ചിപ്പ് ലാർജ് ക്യാപ്പ് ഓഹരികൾ. HDFC ബാങ്ക്, ICICI ബാങ്ക്, അങ്ങനെ പല സംവിധാനങ്ങളും 52 വീക്ക് ഹൈയിലായി. എയർടെൽ. അപ്പോൾ ഇത് കാണിക്കുന്നത് ഇന്ത്യൻ എക്കണോമിയുമായി ബന്ധപ്പെട്ട് മാത്രം പ്രവർത്തിക്കുന്ന കമ്പനികളാണ് ഇവയൊക്കെ എന്നുള്ളതാണ്. അതിനാണ് വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത്.
സാമ്പത്തിക രംഗത്തിന് ഫിനാൻസിൻ്റെ മേഖലയിൽ ഇന്ത്യയുമായി പ്രവർത്തിക്കുന്ന എല്ലാ ബാങ്കുകൾക്കും കഴിഞ്ഞ ആഴ്ച നല്ല ശക്തമായ പിന്തുണ ലഭിച്ചു. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് ഇത് കണക്ക് കൂട്ടുന്നത്. നിങ്ങൾക്കും ആ രീതിയിൽ കാണേണ്ടി വരും. ആ രീതിയിൽ തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ക്രമീകരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഇപ്പോൾ IT മേഖലയിലുള്ള എല്ലാ ഷെയറുകളും തന്നെ ആഴ്ച പെർഫോം ചെയ്തില്ല. കാരണം ട്രേഡ് വാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ്. അതുമാത്രമല്ല, അടുത്ത 4ാമത്തെ ക്വാർട്ടർ റിസൾട്ട് വരുമ്പോൾ IT അത്ര നന്നായി പെർഫോം ചെയ്തിട്ടില്ല. മാർക്കറ്റിൻ്റെ പ്രതീക്ഷകൾക്കും താഴെ പോകുന്ന രീതിയിലാണ് പല ITയുടെയും റിസൾട്ട് വന്നിട്ടുള്ളത്. വിപ്രോ ആയാലും ഇൻഫോസിസ് ആയാലും അതുപോലെ തന്നെയാണ്. ഇൻഫോസിസിൻ്റെ പ്രോഫിറ്റ് 11% കുറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ക്വാർട്ടറിൽ. അപ്പോൾ ആ രീതിയിലാണ് മാർക്കറ്റ് ഈ IT മേഖലയെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അമേരിക്കയിലേക്കുള്ള കയറ്റുമതിക്ക് എന്താ സംഭവിക്കുമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഈ ഇന്ത്യയിലെ IT കമ്പനികളിലെ വമ്പൻ കമ്പനികളെല്ലാം തന്നെ IT മേഖലയിലെ സർവീസ് എക്സ്പോർട്ടിലൂടെയാണ് അധിക വരുമാനം ഉണ്ടാക്കുന്നത്. ആ വരുമാനത്തിന് എന്ത് സംഭവിക്കുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് എല്ലാവരും. അതുകൊണ്ടാണ് അതിലേക്ക് ആരും തൊടാതെ മാറി നിൽക്കുന്നത്. FMCG മേഖലയിലുള്ളതും ഈ ഫിനാൻസ് മേഖലയിലുള്ളതുമായ ഷെയറുകൾക്ക് കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിലുള്ള പിന്തുണ ലഭിക്കുകയുണ്ടായി. ഈ ഉയർച്ചയ്ക്ക് മെയിനായിട്ടുള്ള കാരണങ്ങളിലൊന്ന് FISൻ്റെ വാങ്ങലുകളാണ്, അല്ലെങ്കിൽ തിരിച്ചുവരവാണ് അവരുടെ. അത് ഇന്ത്യൻ മാർക്കറ്റ് നന്നായി ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഇന്ത്യയുടെ രൂപ ശക്തി പ്രാപിക്കുന്നു. 85-35 ഒക്കെ വന്നെത്തുക എന്ന് പറഞ്ഞാൽ 87-73 കാണിച്ച രൂപ അത്രയും ഈ വർഷത്തെ അതിൻ്റെ ലോസ് ഏകദേശം മേക്കപ്പ് ചെയ്തിരിക്കുന്നു. ആ രീതിയിലും സാമ്പത്തികമായി നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമായ ഒരാഴ്ചയായിരുന്നു. ഗോൾഡ് ആണെങ്കിൽ ഏറ്റവും ഉയരത്തിലേക്ക് പറന്നു പോവുകയാണ്. ഇതെല്ലാം മാർക്കറ്റിന് നൽകുന്ന സൂചനകൾ ചിലതുണ്ട്. ആ സൂചനകളിലൂടെ നിങ്ങളുടെ നിക്ഷേപങ്ങളെ ഒന്ന് ക്രമീകരിക്കുക. അതുമാത്രം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ വന്നിട്ടുള്ളതിൽ ഇപ്പോൾ ഈ ബാങ്കിങ് മേഖലയിൽ നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് ആണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത്. HDFC ബാങ്കും ICICI ബാങ്കും 52 വീക്ക് ഹൈ കാണിച്ചു. അതിൽ എല്ലാ കാലത്തെയും ഹൈ ആണ് HDFC ബാങ്കും ICICI ബാങ്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് മാർക്കറ്റ് പോകുന്നത്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ അങ്ങനെയുള്ള രീതിയിൽ ഏത് രീതിയിലാണ് നിൽക്കുന്നതെന്ന് അവലോകനം ചെയ്യേണ്ടത് നിങ്ങളാണ്. അതിൻ്റെ മേക്കപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്താണ്. ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഉയർച്ച കാണുമ്പോൾ നമ്മൾക്കറിയാം ഈ അടുത്ത ഒരു 5 വർഷത്തേക്ക് ഇന്ത്യൻ മാർക്കറ്റിന് എങ്ങനെ പെർഫോം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അടുത്ത കാലത്തേക്ക് ഫിനാൻസ് മേഖലയായിരിക്കും നല്ല രീതിയിൽ മുന്നോട്ട് വരിക. കാരണം ഇന്ത്യയിലെ ഗ്രോത്ത് സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഇൻറ്റേർണൽ മാർക്കറ്റിനെ മാത്രം ആശ്രയിക്കുന്നവരാണ് അവർ. അവർക്ക് ഇവിടെ അമേരിക്കൻ ടാരിഫുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാതെ വരും. അത് തന്നെയല്ല, മറ്റു മാർക്കറ്റുകളിൽ ഇടപെടുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയെ കാണുന്നുണ്ട്. അവരുടെ ഈ ടാരിഫ് യുദ്ധം വന്നതിന് ശേഷമുണ്ടായ ഒരുപാട് നിരീക്ഷണങ്ങൾ, ഒരുപാട് അവലോകനങ്ങൾ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇന്ത്യക്ക് അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. കാരണം അമേരിക്കയുടെയോ ചൈനയുടെയോ വളർച്ചയല്ല ഇന്ത്യയുടെ വളർച്ച എന്ന് അവർ മനസ്സിലാക്കുന്നു. ചൈനയുടെ വളർച്ച 3.2 താണു പോകുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അവർ 5.5% കണക്ക് കൂട്ടിയെടുത്താണ് 3.2 താണു പോകുമെന്ന് പറയുന്നത്. അപ്പോൾ ആ നിലവിൽ അവിടെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാവുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെയുള്ളത് എങ്ങനെയാവുമെന്നും അവർ കണക്ക് കൂട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിന് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ട്രേഡ് വാറിലൂടെ സംഭവിക്കുമെന്ന് വിചാരിക്കാനാണ് എനിക്ക് ഇഷ്ടം. അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുവാനാണ് സാധ്യത കൂടുതൽ. എല്ലാവരുടെയും അവലോകനം വെച്ച് നോക്കുമ്പോൾ, അതായത് ഇപ്പോൾ മാർക്കറ്റിൽ വന്നിട്ടുള്ള അവലോകനങ്ങൾ ജെഫ്രീസ് ആയാലും മോർഗൻ സ്റ്റാൻലി ആയാലും ഒക്കെ കാണിക്കുന്നത്, അവരുടെയൊക്കെ അവലോകനങ്ങൾ കാണിക്കുന്നത് ആ രീതിയിലാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുക, മാർക്കറ്റിൽ വരുന്ന ചലനങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 3.2 വരുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ താഴോട്ട് വന്നു. 4 വർഷത്തിനിടയിലുള്ള ഏറ്റവും കുറഞ്ഞ ലെവലിലേക്ക് വരികയാണത്. അതും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്, കഴിഞ്ഞ ആഴ്ച സംഭവിച്ചതാണ്. അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് ഇന്നലെ ഉണ്ടായ ശക്തമായ ഒരു മുന്നേറ്റം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് കാണാം. മാർക്കറ്റ് അതിൻ്റെ ചലനങ്ങൾ അങ്ങനെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. താങ്ക് യു. വീണ്ടും കാണാം. നമസ്കാരം.